പ്രോട്ടീന്റെ പുറത്തുള്ളത് ഒരു തരത്തിലുള്ള പ്രോട്ടീനും ഒരു തരത്തിലുള്ള കൊഴുപ്പും ചേർന്നതാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഒരു ഭാഗം കൊഴുപ്പിനെ പിടിക്കും, ഒരു ഭാഗം വെള്ളത്തിൽ അലിയും, എന്നിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. രണ്ടിനെയും പിടിച്ച് ഇങ്ങനെ സഞ്ചരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് കൊഴുപ്പ് നമ്മുടെ രക്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അറിയോ? അതെവിടെയെങ്കിലും അടിഞ്ഞുകൂടാൻ വേണ്ടിയ സ്ഥലം നോക്കി നടക്കുമായിരിക്കും. അതൊരു നല്ല പോയിന്റാണ്. അതുപോലെ അടിഞ്ഞുകൂടാൻ പാടില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു ന്യൂട്രിയന്റ് അല്ലെങ്കിൽ പോഷകം എന്ന് പറയുന്നത് കൊഴുപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? സാറേ ഇത് ആരുടെയോ ഒരാളുടെ മൈക്ക് ഓൺ ആയിരുന്നിട്ട് സാറ് പറയുന്നത് ഇക്കോയിൽ കേട്ടോണ്ടിരിക്കുന്നു. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് സാർ. എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ആൻസേഴ്സ് പറയാനുണ്ടെങ്കിൽ മാത്രം പിന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്താൽ മതി, അതിനുശേഷം മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള പോഷകം എന്ന് പറയുന്നത് കൊഴുപ്പാണ്. ഈ കൊഴുപ്പില്ലെങ്കിൽ മനുഷ്യനില്ല. നമുക്ക് എന്തുണ്ടാവില്ല? കറക്റ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാവില്ല, നമുക്ക് ലൈഫ് തന്നെ ഉണ്ടാവില്ല. ഇടയ്ക്ക് എക്കോ ആവുന്നുണ്ട് സർ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ എത്രയോ കോടിക്കണക്കിന് ചെറിയ ചെറിയ കോശങ്ങൾ വെച്ചുണ്ടാക്കിയ ഒരു രൂപമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഈ ഓരോ കോശത്തിന്റെയും, ഓരോ ചെറിയ ചെറിയ കോശത്തിന്റെയും ഭിത്തികൾ, അതിന്റെ ഈ സറൗണ്ടിങ് വാൾസ് എന്ന് പറയുന്നത് കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് പറയും. ആ കൊഴുപ്പില്ലെങ്കിൽ ആ ഒരു കോശത്തിന് എന്തില്ല? ഒരു സ്ട്രക്ചർ ഇല്ല. അതൊന്നുകിൽ കൊളാപ്സ് ചെയ്യും, അതല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി നിൽക്കും. അതിൻ്റെ ഉള്ളിലോട്ട് വിറ്റമിൻസിനോ മിനറൽസിനോ അല്ലെങ്കിൽ ഒന്നിനോ കയറാനും പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നും മറ്റുള്ളതിന് പുറന്തള്ളപ്പെടാനും പറ്റില്ല. അപ്പൊ അത്രയും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഒരു വാൾ എന്ന് പറയുന്നത്, ഈ മതിൽ എന്ന് പറയുന്നത്. ഈ മതിൽ തന്നെ ഉണ്ടാക്കിയുള്ളത് ഈ കാര്യം വെച്ചാണ്, ഈ നല്ലൊരു കൊഴുപ്പ് വെച്ചാണ്. അപ്പൊ ഓരോ കോശങ്ങൾക്കും കൊഴുപ്പ് ആവശ്യമാണ്. അപ്പൊ ഈ കൊഴുപ്പ് ശരീരത്തിൽ നിന്ന് യൂസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതാകുമ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ബോട്ടിൽ നിന്ന് ഒരു കോശം പറയും എനിക്കൊരു കൊഴുപ്പ് വേണമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ കൊഴുപ്പ് ആവശ്യമുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സ്ത്രീകളുടെ ഹോർമോൺസ് ഈസ്ട്രജൻ, പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്ററോൺ, ഇതുപോലെയുള്ള പലതരത്തിലുള്ള ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിന് സിഗ്നൽ കൊടുക്കുന്നത്. ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് റെഡി ആയി കഴിഞ്ഞു. പീരിയഡ്സ് ഒക്കെ അറിയില്ലേ? അപ്പോൾ ആ പീരിയഡ്സിന്റെ ഓരോ ഫേസസും ഓരോ പോയിന്റുകളും നിർണ്ണയിക്കുന്നത് എന്താണ്? ഹോർമോൺസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഹോർമോണിന്റെ ബേസ് പ്രോട്ടീൻ വെച്ചുള്ള ഹോർമോൺസും ഉണ്ട്, കൊഴുപ്പ് വെച്ച് ബേസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഹോർമോൺസും ഉണ്ട്. അപ്പൊ അതിനാവശ്യമാണ്. അതുമല്ലാതെ നിത്യം നമ്മുടെ തലച്ചോറിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്? കൊഴുപ്പ് എന്ന് പറയുന്നത്. 70% നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കൊഴുപ്പ് വെച്ചിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ ഞരമ്പുകൾ, ഈ രക്തം ഓടുന്ന പോലെ തന്നെ നമ്മുടെ ശരീരമാസകലം ഞരമ്പുകൾ എപ്പോഴും അത്രയും അധികം ഞരമ്പുകളുണ്ട്. ഞാനൊന്ന് തൊടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂടിലോ തണുപ്പിലോ വ്യത്യാസമുണ്ടെങ്കിൽ എനിക്കത് അറിയണമെങ്കിൽ ഇതൊക്കെ അറിയിക്കുന്നത് ആരാണ്? ഇപ്പൊ എൻ്റെ വയറ് ഫില്ലായി കഴിഞ്ഞാൽ അതിന് സെൻസേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ശരീരത്തിന് അറിയിക്കുന്നത് ആരാണ്? അതൊക്കെ ഞരമ്പുകളാണ്. അപ്പൊ ഈ ഞരമ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതും അതിൻ്റെ ഏറ്റവും വലിയൊരു കോമ്പണന്റ് എന്ന് പറയുന്നതും കൊഴുപ്പ് തന്നെയാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകളെ
അല്ലെങ്കിൽ എവിടെ ഇപ്പോ ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് കൊഴുപ്പ് കാരണമാണെന്ന് പറയാറില്ലേ? പക്ഷെ ശരിക്കും നല്ല കൊഴുപ്പുകൾ ഉണ്ടെങ്കിൽ ഈ ഹാർട്ട് ബ്ലോക്കുകളൊക്കെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്, നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. പക്ഷെ തീർച്ചയായും മോശമായ കൊഴുപ്പ് ബ്ലോക്കുകൾ ഉണ്ടാക്കും. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബെസ്റ്റ് എനർജി എന്ന് പറയുന്നത്, ഏറ്റവും നല്ല എനർജി, തീരെ വേസ്റ്റുകൾ ഇല്ലാതെ എനർജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ പിത്തം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ കൊഴുപ്പ് വേണം. പിത്തം ഉണ്ടാകണമെങ്കിലും കൊഴുപ്പ് വേണം. കൊഴുപ്പിനെ ശരീരത്തിലോട്ട് എടുക്കണമെങ്കിലും പിത്തം വേണം. അപ്പൊ പിത്തത്തിന് കൊഴുപ്പ് വേണം, കൊഴുപ്പിന് പിത്തത്തെ വേണം. അപ്പൊ ഇത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് വിറ്റമിൻ എ, അതേപോലെ വിറ്റമിൻ ഡി, അതേപോലെ വിറ്റമിൻ ഇ, വിറ്റമിൻ കെ എന്നൊക്കെ പറയുന്നത്. വിറ്റമിൻ എ എല്ലാവർക്കും അറിയുന്നതാണ്. അതില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഭയങ്കരമായ ഡ്രൈനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ രാത്രി കറക്റ്റായിട്ട് കണ്ണിനുള്ള ഒരു പവർ ഉണ്ടാകില്ല, അല്ലെങ്കിലും കാഴ്ചശക്തിക്ക് മങ്ങലുണ്ടാകും. അതേപോലെ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽഷ്യം എടുത്ത് എല്ലിലോട്ട് കറക്റ്റായി വെക്കുന്ന, പ്ലേസ്മെന്റ് ചെയ്യുന്ന ഒരു ജോബ് അതിനുണ്ട്. അബ്സോർപ്ഷന് അതിൻ്റെ ഒരു ജോബ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പിന്നെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയെ ഭയങ്കരമായി മെച്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ശക്തി കൊടുക്കുന്ന കാര്യമാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നതും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ഒട്ടനേകം കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. വിറ്റമിൻ കെ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിന്റെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. അത് ഭയങ്കര ലൂസ് ആവാനും പാടില്ല, ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല. അപ്പോ തീരെ ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. നമുക്ക് വിറ്റമിൻ കെ കുറവാണെങ്കിൽ രക്തക്കുഴലിലൂടെ വാർന്ന് ഇതുപോലെ ഭയങ്കര ചുവപ്പ് നിറത്തില് ആരോ അടിച്ച പോലെ അല്ലെങ്കിൽ ഇടിച്ച പോലെയൊക്കെ ഇവിടെ വെറുതെ ഇങ്ങനെ ഒരു രക്തം വാർന്ന പോലെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അത്രയും പിന്നെ നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിറ്റമിൻസ് ആണ്. ഈ വിറ്റമിൻസും നമ്മുടെ ശരീരത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് വേണം. ഫസ്റ്റ് കൊഴുപ്പിൽ അലിഞ്ഞ് ആ കൊഴുപ്പിനെ പിന്നെ നമ്മുടെ പിത്തം എന്ന് പറയുന്നത് എടുത്ത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കുന്ന ഒരു കാര്യമാണിത്. പിന്നെ അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ഭയങ്കരമായി സഹായിക്കുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സെൽസിന്, രോഗപ്രതിരോധ കോശങ്ങൾക്ക് തന്നെ നല്ലൊരു എനർജി സോഴ്സ് ആണ്. അതേപോലെ സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. മറ്റൊന്നാണ് നമ്മുടെ പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്ന് പറയുന്നത് സിഗ്നൽ കൊടുക്കുന്നതാണ്. ഇപ്പോ ഒരു വെളിയിൽ നിന്നും ഒരു കൊറോണ പോലെ അല്ലെങ്കിൽ മറ്റൊരു മോശമായ ബാക്ടീരിയോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരീരത്തിനെ അറിയിക്കുന്നത് ആരാണ്? ഇവരാണ്. ഈ പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്ന് പറയുന്നതാണ് പെട്ടെന്ന് തന്നെ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. എന്ന് തൊട്ട് എല്ലാറ്റിനും നമ്മുടെ കൊഴുപ്പ് ആവശ്യമാണ്. അപ്പോൾ കൊഴുപ്പ് ഇത്രയും ആവശ്യമുള്ളത് കാരണമാണ് നമ്മുടെ ശരീരം ഏതൊരു ആനിമലിലും ഇല്ലാത്ത വിധത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഈ ബോട്ട്, ഈ അപ്പോ എന്ന് പറയുന്നത് അപ്പോ E1, അപ്പോ E2, അപ്പോ E3, അപ്പോ E4 എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ബോട്ടിന്റെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമുക്ക് നല്ല ബോട്ടുകളുണ്ട്, വ്യത്യസ്തമായ ബോട്ടുകളുണ്ട്. കൈലോ മൈക്രോൺസ് എന്ന് പറയുന്നതും ഒക്കെ ഉണ്ട്. എന്തിനാണ്? ഈ കൊഴുപ്പിനെ പാക്കേജ് ആക്കി നമ്മുടെ കുടലിൽ നിന്ന് എത്തിക്കാനും അല്ലെങ്കിൽ ലിവറിൽ നിന്ന് ശരീരത്തിലോട്ട് എത്തിക്കാനും ഒക്കെയായി സംവിധാനം ചെയ്യപ്പെട്ട ഒരു ശരീരമാണ് നമ്മുടേത്. നമുക്കറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ DNA-യും ചിമ്പാൻസിയുടെ DNA-യും 99% സാമ്യമുള്ളതാണ്. പക്ഷെ ചിമ്പാൻസികൾക്ക് നമ്മുടെ പോലെ കൊഴുപ്പ് കഴിക്കാൻ പറ്റില്ല. കൊഴുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഭയങ്കരമായ ഒരു ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ശരീരത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ ശരീരം അങ്ങനെയല്ല. നമ്മുടെ ശരീരം കൊഴുപ്പുകൾ ആസ്വദിക്കാനും അതേപോലെ ഈ കൊഴുപ്പുകളെ എടുത്ത് യൂസ് ചെയ്യാനും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, കൊഴുപ്പുകൾ ഇത്രയും ആവശ്യമുള്ള ഈ ശരീരത്തിൽ
നമ്മൾ കൊഴുപ്പ് കഴിക്കാതിരുന്നാൽ, നമ്മൾ നല്ല കൊഴുപ്പുകൾ കഴിക്കുന്നില്ല, മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്നില്ല, അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ മീനോ ഇറച്ചിയോ അങ്ങനെയുള്ള നട്ട്സോ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? കിട്ടുന്നതിൽ നിന്നും വേറെ ഒരു തരത്തിലുള്ള കൊഴുപ്പുണ്ടാക്കും. ഇത് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആണോ? മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ പറയണം. അപ്പോ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ശരീരം കൊഴുപ്പിന് വേണ്ടിയുള്ളതാണ്. ഈ കൊഴുപ്പ്, നമ്മൾ നല്ല കൊഴുപ്പ് കഴിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ഡ്യൂപ്ലിക്കേറ്റ് കൊഴുപ്പ് ഉണ്ടാക്കുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊഴുപ്പാണ് പക്ഷെ എന്തുണ്ടാക്കുന്നത്? മോശമായി തീരുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊഴുപ്പിന് ഒരിക്കലും ഈ നല്ല കൊഴുപ്പിന്റെ അത്ര സ്വഭാവ ഗുണം ഉണ്ടാവില്ല. അതിന് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോ എന്ന് പറയുന്നത്, ഈ കാണുന്ന സാധനം, ഈ കാണുന്ന ഇത് കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? കാണുന്നുണ്ട്. ഇതാണ് HDL എന്ന് പറയുന്നതും LDL എന്ന് പറയുന്നതും VLDL എന്ന് പറയുന്നതും IDL എന്ന് പറയുന്നതും ഒക്കെ ഈ കാണുന്ന സാധനമാണ്. ഇതേ സാധനമാണ്. അതിലൊരു വ്യത്യാസമല്ല. വ്യത്യാസം ഉണ്ട്. എവിടെയാണ് വ്യത്യാസം? ഈ കാണുന്നതൊക്കെ അതിന്റെ പുറത്തുള്ള സ്ട്രക്ചറാണ്. സർഫേസ് കോട്ട് എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, അപ്പോലിപ്പോ പ്രോട്ടീൻസ് ഉണ്ട്. ഇതൊക്കെ ചേർന്നിട്ടുള്ള ഇതിന്റെ പുറത്ത് ബോട്ട്. ഈ ബോട്ടിന്റെ ഉള്ളിൽ ഉള്ള കാർഗോ, ബോട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് സൂക്ഷിച്ചുള്ള കാര്യം, അത് രണ്ട് തരത്തിലാണ്. ഒന്ന് കൊളസ്ട്രോൾ ഉണ്ട്, മറ്റൊന്ന് ട്രൈഗ്ലിസറൈഡ് ഉണ്ട്. അപ്പൊ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് നല്ല കൊളസ്ട്രോള്, മോശമായ കൊളസ്ട്രോൾ എന്ന്. വാസ്തവത്തിൽ മോശമായ കൊളസ്ട്രോൾ എന്ന് ഒരു കാര്യമില്ല. നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിങ് ആണെന്ന് മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ട് അതില്. അപ്പൊ അതൊന്നും നമ്മൾ സാധാരണ ഒരു പേഷ്യന്റിനോട് പറയുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കൊളസ്ട്രോള്, മോശ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോശ കൊളസ്ട്രോൾ ആണ് ശരിക്കും ഈ താഴെ കാണുന്നത് ട്രൈഗ്ലിസറൈഡ്. നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നതാണത്. മോശ കൊഴുപ്പ് എന്ന് പറയാം. മോശ കൊളസ്ട്രോൾ എന്ന് പറയണ്ട, മോശമായ കൊഴുപ്പ്. നല്ല കൊഴുപ്പ് കൊളസ്ട്രോൾ ആണ്, മോശമായത് ട്രൈഗ്ലിസറൈഡ് ആണ്. ഇതിനുള്ളിൽ, ഈ ബോട്ടിനുള്ളിൽ എത്ര കൊളസ്ട്രോൾ ഉണ്ട്, എത്ര ട്രൈഗ്ലിസറൈഡ് ഉണ്ട് എന്നതിനനുസരിച്ചാണ് ഈ സാധനം നല്ലതാണോ, ഈ ബോട്ട് നല്ലതാണോ അല്ലയോ എന്ന് നിർണയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എല്ലാ ബോട്ടിനുള്ളിലും കൊളസ്ട്രോളും ഉണ്ടാകും, ട്രൈഗ്ലിസറൈഡും ഉണ്ടാകും. പക്ഷെ ഇതിലേതാണ് കൂടുതൽ, അല്ലെങ്കിൽ ഇതിന്റെ റേഷ്യോസിനനുസരിച്ചിരിക്കും ഇത് HDL ആണോ, LDL ആണോ, IDL ആണോ എന്നുള്ളത് നിർണയിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്ന HDL, LDL, VLDL എന്നൊക്കെ പറയുന്നത് വെറും അത്രയല്ല, ഇത്രയും ടൈപ്സ് ഉണ്ട്. കാണുന്നുണ്ടോ? LDL തന്നെ ആൽഫ, ബീറ്റ, അതേപോലെ LP എന്ന് പറയുന്നത്, LB എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അതേപോലെ VLDL, V1, 2, 3, 4, 5, 6 ഇത്രയും കാര്യങ്ങളുണ്ട്. HDL പോലും 5 ടൈപ്പ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ മറ്റൊരാളുണ്ട്, കൈലോമൈക്രോൺ എന്ന് പറയുന്നത്. ഈ കൈലോമൈക്രോൺ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കുടലിൽ നിന്ന് കൊഴുപ്പുകളെ എടുത്ത് ശരീരത്തിൽ കൊണ്ടുപോകുന്ന ബോട്ടാണ് കൈലോമൈക്രോൺ എന്ന് പറയുന്നത്. ഇനി VLDL, IDL, LDL എല്ലാ ലിപ്പോ പ്രോട്ടീൻസും ലിവറിൽ നിന്നാണ്. ലിവറിൽ നിന്നുണ്ടാകും. ലിവർ അതിനെ ഉൽപ്പാദിപ്പിച്ച് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇത്
ഈ ഒരൊറ്റ കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് സൈസ് കൂടും, സൈസ് കുറയും. അപ്പൊ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിന്റെ പേര് മാറും, അത്രയേ ഉള്ളൂ. ഡെൻസിറ്റി കൂടും കുറയും. എന്തനുസരിച്ച്? ഇതിന്റെ ഉള്ളിൽ എത്രത്തോളം ട്രൈഗ്ലിസറൈഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് എടുത്ത് കളയുന്നുണ്ട്, മറ്റുള്ള കോശങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലോട്ട് എത്ര കൊളസ്ട്രോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കോശങ്ങൾക്ക് എത്ര കൊളസ്ട്രോൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, HDL ആണ് ഒന്നും കൂടെ നല്ലത്. HDL കൂടുതലുമുള്ളത് കൊളസ്ട്രോൾ ആണ്. 95% കൊളസ്ട്രോൾ ആണുള്ളത് ഇതില്. പിന്നെ അപ്പൊ ഏറ്റവും കൂടുതൽ ട്രൈഗ്ലിസറൈഡ് ഉള്ളത് ഈ പറയുന്ന കൈലോമൈക്രോണിലാണ്. അതേപോലെ VLDL, ഈ VLDL ആണ് ഭയങ്കര മോശമായത്. LDL പോലും അത്ര മോശമല്ല. LDL പോലും ട്രൈഗ്ലിസറൈഡിനേക്കാൾ കൂടുതൽ 5 മടങ്ങ് കൂടുതൽ കൊളസ്ട്രോൾ ആണുള്ളത്. അപ്പൊ LDL മോശമല്ല, LDL ശരിക്കും മോശമല്ല. LDL മോശമല്ല, VLDL മോശമാണ്. ചില സമയത്ത് കൈലോമൈക്രോൺസ് മോശമാണ്. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഈ LDL തന്നെ ചില സമയത്ത് എന്ത് സംഭവിക്കും? അത് ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? കാരണം ഞാൻ ഇതിലും കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അതുകൊണ്ടാണ്, അതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കി. അപ്പോ ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ ഇനി ഞാൻ കൂടുതൽ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതും ഫുഡുമായി എന്താണ് ബന്ധം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എല്ലാം തന്നെ നമ്മൾ ഏറ്റവും നല്ല HDL അതേപോലെ LDL തന്നെ നല്ല വലിപ്പമുള്ള LDLകൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഫുഡ് പാറ്റേൺ ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നതും. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ചാർട്ട് ആണെങ്കിലും PCOD ആണെങ്കിലും അല്ലെങ്കിൽ യൂറിക് ആസിഡിനാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോ അതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല രീതിയിൽ പിന്നെ ഹെൽത്ത് ഉണ്ടാകും. മറ്റൊരു കാര്യം, ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഈ ട്രൈഗ്ലിസറൈഡ്സ് എവിടുന്ന് വരുന്നതാണ്? ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരം മധുരത്തിൽ നിന്നും CHRBP എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ് റെസ്പോൺസ് എലമെന്റ് ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട്, ഈ കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ മധുരത്തെ എടുത്ത് കൊഴുപ്പാക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞു, നല്ല കൊഴുപ്പില്ലെങ്കിൽ ശരീരം കിട്ടുന്നതിൽ നിന്നും കൊഴുപ്പുണ്ടാക്കും. അപ്പൊ മധുരത്തിൽ നിന്നും കൊഴുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഈ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് മോശമായ കൊഴുപ്പ്. അപ്പൊ നല്ല കൊഴുപ്പ് നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുകയാണ്, അല്ലെങ്കിൽ മട്ടനോ ചിക്കനോ മീനോ അതിന്റെ കൊഴുപ്പുകളൊക്കെ കഴിക്കണം, നട്ട്സിന്റെ കൊഴുപ്പുകൾ കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ മധുരം കഴിച്ച് ചോറ് കഴിച്ച് അതിൽ നിന്നും ശരീരം ഈ CHRBP എന്ന് പറയുന്ന സാധനം വെച്ച് ഇതിനെ കൊഴുപ്പാക്കി മാറ്റുമ്പോഴാണ് ഈ മധുരത്തിന്റെ അതേ സ്വഭാവ ഗുണമാണ് ഈ കൊഴുപ്പിനുള്ളത്. അപ്പൊ മധുരം നമുക്കറിയുന്നതാണ്. ഹൈ ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് ബ്ലോക്കുകൾ ഉണ്ടാകും, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും, അതേപോലെ കിഡ്നിയെ ഡാമേജ് ചെയ്യും. അതേപോലെ തന്നെയാണ് അതിൽ നിന്നും ഉണ്ടായ ഈ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ കിഡ്നിയെ ഡാമേജ് ചെയ്യും, ബ്ലോക്കുകൾ ഉണ്ടാക്കും, കണ്ണിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ കൊഴുപ്പ് എന്ന് പറയുന്നത് ഇത്രയും അധികം വേരിയേഷൻ ഫോംസിൽ ഉണ്ടാകും. അപ്പോ ഇതാണ് രക്തക്കുഴലിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള VLDL എന്ന് പറയുന്നത് അല്ലെങ്കിൽ IDL എന്ന് പറയുന്നതൊക്കെ ഇതുപോലെ രക്തക്കുഴലിന്റെ ആ ഒരു വാൾസിൽ പോയി നിൽക്കുകയും അവിടെ ഒരു ഓക്സിഡേഷൻ അല്ലെങ്കിൽ ദ്രവിപ്പിച്ച് കളഞ്ഞ് ഒരു മുറിവുണ്ടാക്കി അതിനുള്ളിൽ ചെന്ന് അവിടെ നിന്നും പിന്നെ പസ് ചലം കെട്ടിക്കെടുക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോ കൊഴുപ്പിനെ കുറിച്ച് LDL അല്ലെങ്കിൽ HDL എന്താണെന്നുള്ളത്
ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് 8:30 സ്റ്റോപ്പ് ചെയ്യാം. കുറച്ച് ചോദ്യങ്ങൾ മാത്രം, 1-2 ചോദ്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. പറഞ്ഞു. ഹലോ പറഞ്ഞു. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ നമുക്ക് കഫക്കെട്ട് ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ പറഞ്ഞു തരുമോ സർ? തീർച്ചയായും. നിങ്ങൾക്ക് അങ്ങനെ കഫക്കെട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ട് സർ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും അതൊക്കെ കഴിക്കുമ്പോൾ കഫക്കെട്ട് ഉണ്ടാവുന്നത്. അല്ലാതെ അതൊരു നല്ല കാര്യമാണ്. അപ്പൊ മാഡം പിന്നെ ട്രെയിനറുടെ അടുത്ത്, നിങ്ങളുടെ ഫോളോ ട്രെയിനറുടെ അടുത്ത് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ തൈരും പാലും ഒന്നും കാര്യങ്ങൾ. ഹലോ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഞാൻ നാളേക്ക് 1 മാസമായി തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ഫസ്റ്റ് 78 കിലോനായിരുന്നു. പക്ഷെ അത് 74ക്കായിട്ട് നിന്നിട്ടും ഇപ്പൊ അത് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്, കുറയുന്നില്ല. ബേക്കിംഗ് സോഡ ടെസ്റ്റ് കഴിഞ്ഞു, പിന്നെ ആപ്പിൾ വിനാഗിരി കഴിക്കാൻ പറഞ്ഞാൽ അതും കുടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും 74 കുറയണില്ല, കൂടണില്ല, അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുക. എത്ര ഗ്ലാസ് വെള്ളത്തിലാണ് ഈ ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കുന്നത്? 15 മില്ലി. എങ്ങനെയാണ്? 150 മില്ലിയില് ആ മൂടി കൊണ്ട് തന്നെ ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക. അതോടുകൂടെ തന്നെ ഈ മൂടി 2 മൂടി അളവ് കേട്ടോ, 2 മൂടി അളവ് 150 ml ആഡ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചോളൂ. കുറവ് ഒന്നുകൂടി രൂക്ഷമായിരിക്കും. അപ്പൊ ഒന്നുകൂടി പിന്നെ ആസിഡ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. മനസ്സിലായില്ല? പറഞ്ഞു. 2 കിലോ 20 ദിവസമായി ഞാൻ തുടങ്ങിയിട്ട് 2 കിലോ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിൽ നിന്ന് മാറ്റം വരുന്നില്ല. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടോ മാഡം? ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു ബേക്കിംഗ് സോഡേന്റെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും വന്നതേ ഇല്ല. ബേക്കിംഗ് സോഡ ഇപ്പൊ ആപ്പിൾ സിഡർ വിനെഗർ കഴിക്കുന്നുണ്ട്. പിന്നെ തൈറോയിഡ് ഇഷ്യൂ ഉള്ള ഒരാളാണ്. അപ്പൊ കുറച്ചും കൂടി ടൈം എടുക്കും. പക്ഷെ വിഷമിക്കണ്ട, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. തൈറോയിഡും ചെറുതായിട്ട് അതിന്റെ ഫങ്ഷൻസ് ആരംഭിക്കുന്നതോട് കൂടെ തന്നെ വെയിറ്റും കുറയാൻ തുടങ്ങിക്കോളും കേട്ടോ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ മാഡം. ഡോക്ടർ, എനിക്ക് ITP ഉണ്ട്. അപ്പം ഞാനിപ്പം ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് ഫസ്റ്റ് ഡയഗ്നോസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് 30,000 29,000 അത്രയായിരുന്നു. പിന്നെ അതൊരു ഇൻ ബിറ്റ്വീൻ സ്റ്റിറോയിഡ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി തന്നെ റൈസ് ചെയ്തിട്ട് ഒരു 65 പോയി. അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു കഫക്കെട്ട് വന്നായിരുന്നു. അപ്പോൾ അത് വീണ്ടും കുറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കഫക്കെട്ടിന്റെ മരുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആന്റിബയോട്ടിക്സ് കഴിച്ച സമയത്ത് ഒരു 1.2 lakh വരെ പോയി. അപ്പം ആന്റിബയോട്ടിക് നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ITP? മാഡമിന് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. പിന്നെ അലർജി ഉണ്ടോ? അലർജി ഉണ്ട്. ഓക്കെ. IgE എത്രയുണ്ട്? മനസ്സിലായില്ല സർ. IgE എന്ന് പറയുന്ന ടെസ്റ്റ് എത്രയുണ്ട്? അത് ചെയ്തിട്ടില്ല. മാഡം ഒരു കാര്യം ചെയ്യേ, നാളെ ഒന്ന് മാഡമിന്റെ ട്രെയിനറിനോട് എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറയാം. ഓക്കെ മാഡം. താങ്ക് യു. ഞാന് 2 മാസമായി. നല്ല കൊഴുപ്പാണോ? നല്ലെണ്ണ അത് കഴിക്കാലോ അല്ലേ? കോൾഡ് പ്രസ്ഡ് ആയി എടുക്കുന്ന ഏത് എണ്ണയും നല്ല എണ്ണയാണ്, നല്ല കൊഴുപ്പാണ്. നല്ലെണ്ണ മീൻസ് മനസ്സിലായി? റിഫൈൻഡ് പ്രോസസ്സിലൂടെ എടുക്കുന്നത് വേണ്ട. കോൾഡ് പ്രസ്ഡ് പ്രോസസ് ഉണ്ട്, അത് മെക്കാനിക്കൽ ആയിട്ട് പിഴിഞ്ഞെടുക്കുന്നത്. ആ പ്രോസസ്സിലൂടെ എടുക്കുന്ന ഏത് എണ്ണയും നല്ല കൊഴുപ്പാണ്.
പിന്നെ ഈ വിറ്റിലിഗോ, എനിക്ക് വിറ്റിലിഗോ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് എന്താ കാരണം? ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത് വിറ്റിലിഗോ വിറ്റിലിഗോ എന്ന് പറയുന്നത് അലർജി പോലെയാണ്. ഇപ്പോ തൈറോയിഡ് ഉള്ളവർ, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഉള്ള സമയത്ത് ആന്റി TPO ATG എന്ന് പറയുന്ന 2 ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ആന്റിബോഡീസ് ഉണ്ടാവും. ഇതേ ആന്റിബോഡീസ് തന്നെയാണ് മിക്ക പേരിലും വിറ്റിലിഗോയിന് കാരണമാകുന്നത്. അപ്പൊ നിങ്ങള് വിരശല്യം ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ദഹനക്കുറവ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടും, നിങ്ങളുടെ വയറിലുള്ള ഈ 2 പ്രശ്നങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ ആന്റിബോഡി ഉണ്ടാക്കുന്നത് ശരീരം നിർത്തിക്കോളും. മാഡം പിന്നെ ഒന്ന് ആന്റി TPO ATG എന്ന 2 ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഡയറ്റ് ട്രെയിനറിനോട് ചോദിച്ചിട്ട് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചോദിക്കാവുന്നതാണ്. അത് ചെയ്തിട്ടുണ്ട്. ചെയ്ത് അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എനിക്ക് വേമ്പക്കം വന്നതേ ഇല്ല. അതാണ്. അപ്പോ ഇതുപോലെയുള്ള നാളെ മുതൽക്ക് കുടിച്ചോളൂ. ഹലോ സർ. പറഞ്ഞോളൂ മാഡം. സാറിന്റെ യൂട്യൂബ് ചാനലിലും അതേപോലെ ഇടയ്ക്കൊക്കെ എല്ലാ കാര്യങ്ങളും എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും പിന്നെ ഈ ഡയറ്റ് പ്ലാൻ ഞാനും എടുത്തു. അപ്പം അത് അതിന് മുന്നേ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഒരു ഏകദേശം ഒരു 2-3 ആഴ്ചകളായി ഞാൻ സാറിന്റെ ഈ ഡയറ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് യൂറിക് ആസിഡ്, അതേപോലെ കൊളസ്ട്രോള് കുറച്ച് ലേശം, വലിയ കൂടുതലൊന്നുമില്ല. യൂറിക് ആസിഡ് നോർമലിന് വിട്ടപ്പുറത്ത് രണ്ടും കുറേശ്ശെ. പക്ഷെ ഹൈ BP ആയിട്ട് 3 വർഷത്തോളം മരുന്ന് കുടിച്ചിട്ട് ഇപ്പം നോർമൽ ആയിട്ടുണ്ട്. എന്നാലും മരുന്ന് കഴിക്കുന്നുണ്ട്, ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാലിന് നീര് വരുന്നുണ്ട്. അപ്പം നീര് കുറയാൻ ഡോക്ടർ മരുന്ന് തന്നപ്പോ നീര് കുറഞ്ഞപ്പം പിന്നെ എന്താ പറയാ, വെയിറ്റ് ഒന്ന് കുറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഒരു ട്രിഗർ ഫിംഗർ എന്ന് പറഞ്ഞൊരു അസുഖത്തെ ബാധിച്ച് അതിനെ സംബന്ധിച്ച് ഞാനൊരു സർജറി എടുത്തിരുന്നു 1 മാസം മുമ്പ്, 1-1.5 മാസമായി. അപ്പൊ കുറച്ച് വെയിറ്റ് കൂടിയിരുന്നു. അപ്പൊ നമ്മളെ ഈ ഡയറ്റിലൂടെ ഞാൻ നല്ല കുറവ്, ഒരു 88 കിലോ ഉണ്ടായിരുന്ന ഞാൻ 82 ആയി. നമ്മൾ ഈ ഡയറ്റ് 2 ആഴ്ച ഫോളോ ചെയ്തപ്പോഴത്തേന് 82 ആയി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മാഷാഅല്ലാ. അപ്പൊ ഞാൻ ഇവിടെ പിന്നെ ആ ഒരു സമയത്ത് പിന്നെ റെസ്റ്റ് എടുത്ത കാരണത്താൽ വീണ്ടും നീര് വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നുള്ളത് പിടുത്തം കിട്ടുന്നില്ല. വേറെ ചെക്ക് ചെയ്തല്ലോ. അതാണ് നീര് വരാൻ ഒന്നുകിൽ പൊട്ടാഷ്യം കുറവാവാം, അല്ലെങ്കിൽ പൊട്ടാഷ്യം കൂടുതലാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദഹനക്കുറവ് ഒരു വലിയ കാരണമാവാം, അതല്ലെങ്കിൽ അലർജി ഉണ്ടാകാം, അല്ലെങ്കിൽ വിരശല്യം ഉണ്ടാകാം. നിങ്ങൾ IgE ഒക്കെ ചെക്ക് ചെയ്തതാണോ? അല്ലെങ്കിൽ ഇപ്പൊ ഈ 2 ദിവസം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ പിന്നെ ഡയറ്റീഷ്യൻ ഞാൻ വിട്ടുകൊടുത്തിരുന്നു, അവരെ കയ്യിലുണ്ട്, വിട്ടുകൊടുത്തിരുന്നു. അതിലെന്തൊക്കെ ഉണ്ട് എന്നറിയില്ല. കൊളസ്ട്രോള്, ഇങ്ങനത്തെ യൂറിക് ആസിഡ് ഒക്കെ ചെക്ക് ചെയ്തു. GFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ചില്ല. ഞാൻ ഇത് ഈ യൂറിക് ആസിഡ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടേ മുമ്പ് ഉണ്ടായിരുന്ന ആളല്ല. മാഡം പിന്നെ ഡയറ്റ് ട്രെയിനറിനോട് ചോദിച്ചിട്ട് എന്നെ നാളെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ആയിക്കോട്ടെ. ഹലോ സാറേ, സോറി, എനിക്ക് സമയമായി, അതുകൊണ്ടാണ് കേട്ടോ. വളരെ സോറി. പിന്നെ ആരുടെയെങ്കിലും പിന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ അറിഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഡയറ്റ് ട്രെയിനറുടെ അടുത്ത് ഒരു വോയിസ് നോട്ട് അയക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു എവരി വൺ. ഇത്രയും നേരം കൂടെ ഇരുന്ന് ഈ ഒരു ക്ലാസ് കേട്ടതിന് താങ്ക് യു. അടുത്ത ആഴ്ച കാണാം.